Good morning. Today we are going to start with the new topic complex numbers. Introduction. You have undoubtedly encountered complex numbers in your earlier courses in mathematics. അപ്പോൾ നിങ്ങൾ +1 +2 മുതലൊക്കെ തന്നെ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സിന് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. When you first learn to solve a quadratic equation ax² + bx + c = 0 by the quadratic formula, അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുന്ന സമയത്ത് യു സോ ദാറ്റ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ആർ നോട്ട് റിയൽ, ദാറ്റ് ഈസ് കോംപ്ലക്സ്. സോ ഈ ഫോർമുലയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ചില കേസുകളിൽ റിയൽ റൂട്ട്സ് കിട്ടാറില്ല, കോംപ്ലക്സ് റൂട്ട്സ് ആണ് കിട്ടാറ്. വെനെവർ ദി ഡിസ്ക്രിമിനൻറ്റ് b² - 4ac ഈസ് നെഗറ്റീവ്. അപ്പം ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ അതിൽ -b ± √(b² - 4ac/2a) ആണ്. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന സമയത്ത്, അതായത് ഈ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറയുന്ന b² - 4ac നെഗറ്റീവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ട്സ് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. സോ ഫോർ എക്സാമ്പിൾ, simple equations such as x² + 5 = 0 and x² + x + 1 = 0 have no real solutions. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക, x² + 5 = 0. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് x² = -5 കിട്ടും, x = √−5 എന്ന് കിട്ടും. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ അതെന്താണ്, കോംപ്ലക്സ് റൂട്ടാണ് വരുന്നത്. അതുപോലെ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിലും കോംപ്ലക്സ് റൂട്ടാണ് വരിക. അപ്പോൾ അതിനൊന്നും റിയൽ സൊല്യൂഷൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, റൂട്ട്സ് ഓഫ് ദി ലാസ്റ്റ് ഇക്വേഷൻ, അതായത് x² + x + 1 = 0 എന്ന് പറയുന്നതിൻ്റെ റൂട്ട്സ് എന്താണ്, -1/2 + √(−3/2 ആൻഡ് -1/2 + √(−3/2. So if it is assumed that -√3 = √3 × √(−1), then the roots are written as -1/2 + √3/2 × √(−1), and ഇവിടെ ആക്ച്വലി പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ്, ആൻഡ് -1/2 - √3/2 × √(−1). അപ്പോൾ √(−3) നമുക്ക് √3 × √(−1) എന്നുള്ള ഫോർമുല എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ റൂട്ട്സിനെ എങ്ങനെ എഴുതാൻ പറ്റും, -1/2 + √3/2 × √(−1) +(−1/2) - √3/2 × √(−1) എന്നുള്ള ഫോർമുല എഴുതാൻ പറ്റും. നമുക്ക് ഫോർമൽ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. 200 years ago, around the time that complex numbers were gaining some respectability in mathematical community, the symbol I was originally used as a disguise for the embarrassing symbol √(-1). അപ്പോൾ √(-1)നെയാണ് നമ്മൾ I എന്ന സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. I എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനറി നമ്പർ എന്നുള്ള ഫോമിൽ I എന്ന നൊട്ടേഷൻ √(-1)നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. We now simply say that I is the imaginary unit and define it by the property I² = -1. അപ്പോൾ I = √(-1) ആണെങ്കിൽ I² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1 ആയിരിക്കും. Using the imaginary unit, we build a general complex number out of two real numbers. അപ്പോൾ നമുക്ക് ഈ ഇമാജിനറി യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ജനറൽ കോംപ്ലക്സ് നമ്പറിനെ രണ്ട് റിയൽ നമ്പേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന് ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ജനറൽ കോംപ്ലക്സ് നമ്പറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡെഫിനിഷൻ: a complex number is any number of the form z is equal to a plus ib, where a and b are real numbers and I is the imaginary unit. സോ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് z = a plus ib എന്ന് പറയുന്ന ഫോമിലാണ്. ഇവിടെ z ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. അപ്പം അതിന് നമ്മൾ a plus ib എന്ന് പറയുന്ന ഫോമിലാണ് എഴുതുക. വേർ എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇമാജിനറി യൂണിറ്റ് ആണ്. I² = -1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇമാജിനറി നമ്പറാണ് I. സോ ഒരു കോംപ്ലക്സ് നമ്പർ ഈസ് ഓഫ് ദി ഫോം z is equal to a plus ib, where a and b are the real numbers and I is the imaginary unit.
terminology. The number I in the definition is called the imaginary unit. The real number x in z equal to x plus iy is called the real part of z. അപ്പോൾ ഇതിലെ I എന്ന് പറയുന്ന നമ്പറിനെയാണ് ഇമാജിനറി യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ റിയൽ പാർട്ട് ഇപ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈയിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നതാണ് എക്സ്. അപ്പോൾ എക്സിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് z എന്നാണ് വിളിക്കുക. ഇതിലെ y എന്ന് പറയുന്ന നമ്പറിനെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്നാണ് വിളിക്കുക. So the number x is called the real part of z and number y is called the imaginary part of z. The real and imaginary parts of a complex number z are abbreviated real z and imaginary z respectively. അപ്പോൾ ഈ റിയൽ പാർട്ട് ഓഫ് സെറ്റിനെ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ റിയൽ സെറ്റ് ഇമാജിനറി സെറ്റ് എന്നാണ് എഴുതാറ്. ഫോർ എക്സാമ്പിൾ, ഇഫ് z is equal to 4 minus 9i, z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ 4 minus 9i ആണ് എങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? ഐ എന്ന് പറയുന്ന ടേം ഇല്ലാത്ത നമ്പർ ഏതാണോ അതാണ് അതിൻ്റെ റിയൽ പാർട്ട്. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറയുന്ന ടേമിൻ്റെ കൂടെ കിടക്കുന്ന ആളാരാണോ അതാണ് ഇമാജിനറി പാർട്ട്. സോ ഐൻ്റെ കൂടെ കിടക്കുന്നത് -9 ആണ്. കാരണം നമ്മുടെ ജനറൽ ഫോം എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഇതിനെ പ്ലസ് ആക്കി എഴുതുമ്പോൾ 4 പ്ലസ് -9i എന്നല്ല എഴുതാം. അപ്പം ഐൻ്റെ കൂടെ കിടക്കുന്ന ആരായിരിക്കും? -9 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ -9 ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ്റെ ടേം ഇല്ലാത്തതാണ്, ദാറ്റ് ഈസ് 4. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ ഐൻ്റെ കൂടെ കിടക്കുന്ന ആളാണ്, ദാറ്റ് ഈസ് -. A real constant multiple of the imaginary unit is called a pure imaginary number. അതായത് ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു 6i, അതായത് റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് വരുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ z ഈക്വൽ ടു 6i കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്, കാരണം ഐ ഇല്ലാത്ത ടേം അതിലില്ല. അപ്പം ഐ ഉള്ള ടേം മാത്രമേ ഉള്ളൂ. അപ്പം അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്യുവർ ഇമാജിനറി നമ്പർ എന്ന് വിളിക്കുന്നത്. Two complex numbers are equal if their real and imaginary parts are equal. സോ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ റിയൽ പാർട്സ് കറസ്പോണ്ടിംഗ്ലി ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കണം. സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. Since this simple concept is sometimes useful, we formalize the last statement in the next definition. Complex numbers z1 equal to x1 plus iy1 and z2 equal to x2 plus iy2 are equal z1 equal to z2 if real part of z1 equal to real part of z2 and imaginary part of z1 equal to imaginary part of z2. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞത് തന്നെയാണ് കൺസെപ്റ്റ്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ് z1ഉം z2ഉം. z1 ഈക്വൽ ടു z2 ആവണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ റിയൽ പാർട്ട്, അതായത് x1 ഈക്വൽ ടു x2 ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കണം, y1 ഈക്വൽ ടു y2 ആയിരിക്കണം. A complex number x plus iy equal to 0. A complex number x plus iy equal to 0 if x equal to 0 and y equal to 0. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് 0 ആവുക? അതിൻ്റെ റിയൽ പാർട്ട് 0 ആവണം, അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്ടും 0 ആവണം. അപ്പോൾ മാത്രമാണ് ഒരു കോംപ്ലക്സ് നമ്പർ 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി നമുക്ക് കുറച്ച് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നോക്കാം. Complex numbers can be added, subtracted, multiplied and divided. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനും പറ്റും. So if z1 equal to x1 plus iy1 and z2 equal to x2 plus iy2, these operations are defined as follows. നമ്മുടെ കയ്യിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, z1ഉം z2. സോ അവരെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡീഷൻ. ഇപ്പോൾ z1 പ്ലസ് z2 ഇസ് ഈക്വൽ ടു x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 ആണ്. കാരണം z1 x1 പ്ലസ് iy1 ആണ്, z2 x2 പ്ലസ് iy2 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതെങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് റിയൽ പാർട്സ് ആഡ് ചെയ്യുക പ്ലസ് ഐ ഇൻറ്റു കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സിൻ്റെ സം, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2, അതായത് കറസ്പോണ്ടിങ് റിയൽ പാർട്സിൻ്റെ സം
plus I into corresponding imaginary parts in the sum y1 plus y2. So addition of two complex numbers z1 plus z2 equal to x1 plus x2 plus I into y1 plus y2. Next is subtraction. Z1 minus Z2 equal to x1 plus iy1 minus x2 plus iy2, that is equal to corresponding real parts subtract cheya plus I into the difference of corresponding imaginary parts. That is equal to x1 minus x2 plus I into y1 minus y2. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. z1 ഇൻറ്റു z2 ഈക്വൽ ടു x1 പ്ലസ് iy1 ഇൻറ്റു x2 പ്ലസ് iy2 ആണ്. സോ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഇതെന്തായിരിക്കും? x1 ഇൻറ്റു x2 പ്ലസ് iy1 ഇൻറ്റു iy2 വരും. അപ്പോൾ I ഇൻറ്റു I എന്ന് പറയുമ്പോൾ I സ്ക്വയർ ആണ്. I സ്ക്വയർ മൈനസ് 1 ആണ്. സോ അത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ മൈനസ് y1 y2 എന്ന് വരും. പ്ലസ് I ഇൻറ്റു ടേമിൽ എന്ത് വരും? y1 x2 വരും. അതുപോലെ തന്നെ x1 y2 എന്ന് പറയുന്ന ടേം വരും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കിട്ടും. ഇവിടെ I സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 റീപ്ലേസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. സോ z1 ഇൻറ്റു z2 ഈസ് ഈക്വൽ ടു x1 x2 minus y1 y2 plus I into y1 x2 plus x1 y2. Next you have division, that is z1 divided by z2 equal to x1 plus iy1 by x2 plus iy2 ആണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇൻറ്റു x2 മൈനസ് iy2 ബൈ x2 മൈനസ് iy2 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് I ഇൻറ്റു y1 x2 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്നുമില്ല, കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, സോൾവ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ടേം. Either you can by heart the end result or just you can do the computation and get the result. The familiar commutative, associative and distributive laws hold for complex numbers. The real numbers in hold ചെയ്യുന്ന commutative law, associative law, distributive law ഒക്കെ നമ്മുടെ complex numbers നും hold ചെയ്യും. That is commutativity of addition. z1 plus z2 equal to z2 plus z1. അതുപോലെ commutativity of multiplication. z1 into z2 equal to z2 into z1. Next is associative laws of addition and multiplication. അതും കോംപ്ലക്സ് നമ്പേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. z1 into z2 plus z3 equal to z1 into z2 plus z1 into z3. അപ്പോൾ ഈ ലോസ് എല്ലാം നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. In view of these laws, there is no need to memorize the definitions of addition, subtraction and multiplication. To add or subtract two complex numbers, we simply add or subtract the corresponding real and imaginary parts. അല്ലേ, നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് സിംപ്ലി അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുകയാണ്. ടു മൾട്ടിപ്ലൈ ടു കോംപ്ലക്സ് നമ്പേഴ്സ് വി യൂസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ഫാക്ട് ദാറ്റ് I സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഫാക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. If z1 equal to 2 plus 4i and z2 equal to -3 plus 8i, find z1 plus z2 and z1 into z2. അപ്പോൾ നമുക്ക് z1 plus z2 എന്താ നോക്കാം. അപ്പോൾ നമ്മുടെ z1ഉം z2ഉം തന്നിട്ടുണ്ട്. ബൈ ആഡിങ് ദി റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദി ടു നമ്പേഴ്സ്, അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ പാർട്സ് ആഡ് ചെയ്യും, കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സും ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ z1 plus z2 ചെയ്യുമ്പോൾ 2 plus 4i ഇൻറ്റു പ്ലസ് -3 plus 8i. So corresponding real parts add ചെയ്യുക. അപ്പോൾ 2 plus -3, that is 2 minus 3 എന്താണ്? -1 plus I into corresponding imaginary parts add ചെയ്യുക. 4 plus 8, that is
4 plus 8 into I ആണ്. That is equal to 12i. അപ്പോൾ 2 plus 4i plus minus 3 plus 8i, that is equal to 2 minus 3 plus 4 plus 8 into I. 2 minus 3 is minus 1 plus 4 plus 8 is 12i. അപ്പോൾ സമ്മ് കിട്ടി. അതുപോലെ നമുക്ക് പ്രൊഡക്റ്റും കാണാം. യൂസിങ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വി ഹാവ് 2 plus 4i into minus 3 plus 8i is equal to 2 plus 4i. ഫസ്റ്റ് നമ്മൾ 2 plus 4i into minus 3 ചെയ്യുക, പ്ലസ് 2 plus 4i into 8i ചെയ്യുക. അപ്പോൾ 2 plus 4i into minus 3 ഫസ്റ്റ് ചെയ്യുക, പ്ലസ് 2 plus 4i into 8i ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്യുമ്പോൾ 2 into minus 3 minus 6 ആണ്, പ്ലസ് 4i into minus 3 എന്ന് പറയുമ്പോൾ minus 12i ആണ്, 2 into 8i എന്ന് പറയുമ്പോൾ 16i ആണ്, പ്ലസ് 4i into 8i എന്ന് പറയുമ്പോൾ 4 into 8 32, i into i സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് 32 കിട്ടും. അതാണ് -6 - 32 ഒരുമിച്ച് എഴുതി റിയൽ നമ്പേഴ്സിനെ. ഇമാജിനറി നമ്പേഴ്സിനെ ഒരുമിച്ച് എഴുതാണ്. ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? 16 - 12 i കോമൺ പുറത്തെഴുതി. സോ -6 - 32 എന്ന് പറയുമ്പോൾ -38 ആണ്. 16 - 12 എന്ന് പറയുമ്പോൾ പ്ലസ് 4i. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഈസ് -38 plus 4i. There is also no need to memorize the definition of division, but before discussing that we need to introduce another concept. നമ്മൾ കോൺജുഗേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.